എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്പർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്പർ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. സ്റ്റിൽ ഒരു കോഡ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, കോഡ്. അപ്പോൾ നമ്മൾ എന്താണ് കോഡെന്നും എന്താണ് നമ്പർ സിസ്റ്റം എന്നുള്ളതും തരംതിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്പർ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പേഴ്സൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. അതേസമയം ഒരു കോഡ്, പലതരത്തിലുള്ള കോഡുകൾ നമുക്ക്, ഡിജിറ്റൽ ബൈനറി കോഡുകൾ നമുക്ക് ഇന്ന് ഉപയോഗത്തിലുണ്ട്. ബൈനറി കോഡ്, ഡെസിമൽ, അതുപോലെ ആസ്കി, യൂണിക്കോഡ്, ഇതെല്ലാം കോഡുകളാണ്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡാണ്. ഇറ്റ് ഈസ് നോട്ട് എ നമ്പർ സിസ്റ്റം. അപ്പോൾ കോഡും നമ്പർ സിസ്റ്റവും രണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ എനി നമ്പർ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ബൈനറി, ദാറ്റ് ഈസ് ഇൻ ബൈനറി നമ്പർ സിസ്റ്റം. പക്ഷേ ഒരു നമ്പർ നമ്മളൊരു കോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ എ കോഡ്. അതൊരു കോഡാണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസ് ഓഫ് ദ കോഡ്. അതുപോലെ ഒരു കോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇറ്റ്സ് നെയിം ഈസ് BCD ഓർ ബൈനറി കോഡഡ് ഡെസിമൽ. നമുക്ക് നോക്കാം. അപ്പോൾ ബൈനറി കോഡഡ് ഡെസിമലിന്റെ ഒരു ഡെഫിനേഷൻ പോലെ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ആൻ എൻകോഡിംഗ് വേർ എ ഡെസിമൽ സിമ്പിൾ ഈസ് കോഡഡ് ഇൻ ടു എ 4-bit ബൈനറി. 4-bit ബൈനറി ആയിട്ട് ഡെസിമൽ സിമ്പിളിനെ കോഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളുകൾ, ഡെസിമൽ സിമ്പിൾ ഏതൊക്കെയാണ്? 0 മുതൽ 9 വരെയുള്ളതാണ് ഡെസിമൽ സിമ്പിൾസ്, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ 4-bit കോഡാക്കി മാറ്റും. 4-bit കോഡാക്കാന്ന് പറഞ്ഞാൽ 0-നെ 0000 എന്ന് വിളിക്കും. അങ്ങനെ 9 വരെയുള്ളത് എന്താണ്? 1001 എന്നുള്ള കോഡായിട്ട് വിളിക്കും. അപ്പോൾ ഇത് 4-bit കോഡുകളാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെസിമൽ നമ്പറുകളെ, ഡെസിമലിനെ പറ്റുള്ളൂ, മറ്റേ വേറെ ഏത് നമ്പർ സിസ്റ്റം ആയാലും ആ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഹെക്സിലുള്ള ഒരു നമ്പറിനെ നമ്മൾ BCD ആക്കണം എന്നുണ്ടെങ്കിൽ ഹെക്സിൽ നിന്ന് നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുക, സാധാരണ നമ്മൾ പഠിച്ച പോലെ. എന്നിട്ട് ആ ഡെസിമൽ നമ്പറിനെയാണ് നമ്മൾ BCD ആക്കി മാറ്റേണ്ടത്. അപ്പോൾ ഇത് 59 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ, ഇപ്പോൾ ഞാനിപ്പോൾ 59 എന്ന് പറയുന്ന നമ്പറിനെ ഞാനിത് മാറ്റുകയാണെങ്കിൽ 9ന്റെ കോഡ് ഇവിടെ നോക്കും. എന്താണ്? 1001. ഓക്കെ. ഇനി 5ന്റെ കോഡ് എന്താണ്? 5ന്റെ കോഡ് എന്ന് പറഞ്ഞാൽ 0101. ഇതാണ് 59ന്റെ BCD. സോ ദിസ് ഈസ് BCD റെപ്രസെൻറ്റേഷൻ. ഇനി 22ന്റെ കോഡ് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 22 എന്ന് പറയുമ്പോൾ 2, ഈ റൈറ്റ് സൈഡിലുള്ള 2 0010. അതുപോലെ ഇവിടെ 0010. ശരി, ഇതാണ് നമ്മുടെ 22 എന്ന് പറഞ്ഞ നമ്പറിന്റെ BCD. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൺഫ്യൂഷൻ ആകരുത്. അതായത് 59ന്റെ ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്? 59ന്റെ ബൈനറി 59 ഇൻ ഡെസിമൽ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ബൈനറി. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന, ജസ്റ്റ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ബൈനറി ഓഫ് 59. അപ്പോൾ നമ്മൾ നേരെ കാൽക്കുലേറ്റർ എടുക്കുന്നു. 59 എന്ന് പറയുന്നത് എന്താണ്? 111011. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് ഇൻ ബൈനറി നമ്പർ സിസ്റ്റം. ഇത് നമ്പർ സിസ്റ്റം ബൈനറിയിലാണ്. നോക്കിക്കേ, 59 എന്ന് പറഞ്ഞാൽ BCDയിലെ ആ കോഡും രണ്ടും എന്താണ്? 0യും 1ഉം വെച്ചിട്ടാണ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ട് രണ്ടും ഒന്നല്ല. രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കൺസെപ്റ്റാണ്, രണ്ട് റെപ്രസെൻറ്റേഷനാണ്. ഇത് ഡെസിമലിനെ നമ്മൾ, ആ ചിഹ്നങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു കോഡാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എൻറ്റയർ നമ്പർ ഹാസ് ബീൻ കൺവേർട്ടഡ് ടു അനദർ നമ്പർ സിസ്റ്റം, അനദർ പൊസിഷണൽ നമ്പർ സിസ്റ്റം കോൾഡ് ബൈനറി നമ്പർ സിസ്റ്റം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ഡിവിഷൻ വിത്ത് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച ആ കൺവേർഷനാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ഇവിടെ നടന്നത് എന്താണ്? ഓരോ ചിഹ്നം നോക്കും. ഡെസിമലിലെ ഓരോ ചിഹ്നം. 9ന്റെ കോഡ് എന്താണ്? അതെടുത്ത് എഴുതും. 5ന്റെ കോഡ് എന്താണ്? അതെടുത്ത് എഴുതും. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ അത് രണ്ട് കാര്യങ്ങളാണ്. കാര്യം ഈ 1 0 വെച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും 1 0 ആണെങ്കിലും രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 22ന്റെ കോഡ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കാം. എന്താണ് 22ന്റെ കോഡ്? കോഡല്ല, 22ന്റെ നമ്പർ സിസ്റ്റം കൺവേർട്ട് ചെയ്ത് ബൈനറി ആക്കിയാൽ 22 ഇൻ ഡെസിമൽ വെൻ കൺവേർട്ടഡ് ടു ബൈനറി then you are getting 10110. ഇതാണ് ബൈനറി. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആനയാടും വ്യത്യാസമാണ്, അല്ലേ? ഇവർ രണ്ടുപേരും തമ്മിൽ. അതുപോലെ ബിറ്റ് വിഡ്ത്തൊക്കെ വ്യത്യാസമുണ്ട്. 1 2 3 4 5 6 ബിറ്റാണ് ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഏത്? ബൈനറിയിൽ ഈ 59 റെപ്രസെന്റ് ചെയ്യാൻ. അതേസമയം BCD ആക്കി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 8 ബിറ്റ് വേണ്ടി വന്നു, അല്ലേ? 59 വേണ്ടിയിട്ട്. പിന്നെ ഈ 22 ആണെങ്കിൽ തന്നെ 1 2 3 4 5 ബിറ്റ് മാത്രമേ ബൈനറിയിൽ ആവശ്യമായിട്ട് വന്നുള്ളൂ. പക്ഷേ നമ്മൾ BCD റെപ്രസെന്റ് ചെയ്തപ്പോൾ 8 ബിറ്റ് തന്നെ വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ BCD റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിങ്ങനെ നമുക്ക് BCD നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഈ BCD എന്ന് പറയുന്ന സംഭവം? ബൈനറി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ BCD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഡിസ്പ്ലേ ഡിവൈസുകളൊക്കെ ഉണ്ട്. ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൽ 7 സെഗ്മെന്റ് ഉണ്ട്, കണ്ട, ABCDEFG അങ്ങനെ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 7 സെഗ്മെന്റിൽ നമുക്ക് 1 2 3 4 9 വരെയുള്ള ചിഹ്നങ്ങൾ തെളിയിച്ച് കാണിക്കാൻ പറ്റും. മനുഷ്യർക്ക് മനസ്സിലാവാനായിട്ട് ഹെക്സാഡെസിമൽ പറ്റോ? ഇല്ല. ബൈനറി പറ്റോ? ഇല്ല. ഈ പറഞ്ഞ ഡെസിമൽ നമ്പറിൽ കണ്ടാലേ നമുക്ക് ഒരു നമ്പർ മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ആൾക്കാരെ എന്താണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ 7 സെഗ്മെന്റ് ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് വരേണ്ടത് ഇതുപോലത്തെ ചിഹ്നങ്ങൾ, ഈ സിമ്പിൾസ് മാത്രമാണ്. ഈ 0 മുതൽ 9 വരെയുള്ള ചിഹ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ചിഹ്നങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 59 എനിക്ക് ഇവിടെ തെളിയിച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ 9ന്റെ കോഡ് ഈ 7 സെഗ്മെന്റിന്റെ ഇതിലേക്ക് കൊടുക്കും, പിന്നുകളിലേക്ക് 1001 എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി 5ന്റെ കോഡ് 0101 എന്നുള്ളത് ഇപ്പുറത്തെ 7 സെഗ്മെന്റിന്റെ പിന്നുകളിലേക്ക് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കും. അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താ വെച്ചാൽ ഒരു BCD ടു 7 സെഗ്മെന്റ് ഡീകോഡർ എന്ന് പറഞ്ഞ ഒരു IC വഴിയായിരിക്കും ഇതിങ്ങനെ കൊടുക്കുക. എനിവേ അത് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, ബിൽറ്റിൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഡിസ്പ്ലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമുക്ക് പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അഡീഷനൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നമ്പർ അങ്ങ് ആഡ് ചെയ്യുക. സാധാരണ ബൈനറി അഡീഷൻ പോലെ 1 + 0 = 1, 1 + 0 = 1, 0 + 0 = 0, 1 + 0 = 1. പിന്നെ ഇവിടെ എന്താണ് 1 + 0 = 1, 1 1 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം വേറെ ഒന്നുമല്ല. ഈ ഒരു കോമ്പിനേഷൻ നോക്കിക്കേ. ഈ ഒരു കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ 1011 ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ വാലിഡ് കോമ്പിനേഷൻസിൽ ഇല്ല. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള നമ്പർ, ചിഹ്നം എന്താണെന്നുള്ളത്, സിമ്പൽ എന്താണെന്നുള്ളത് നമുക്ക് ഇല്ല. ഇവിടെ ഇൻവാലിഡ് ആണ് ഇതെല്ലാം. ആ കോമ്പിനേഷൻസ് എല്ലാം 4 ബിറ്റ് വെച്ച് നമുക്ക് 16 സ്റ്റേറ്റുകളുണ്ട്, 16 കോമ്പിനേഷൻസ് ഉണ്ട്. ആ 16 കോമ്പിനേഷൻസ് ആണ് നമ്മൾ എഴുതിയേക്കണം. എങ്ങനെയാണ് 16 കോമ്പിനേഷൻ വന്നത്? 2⁴. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2⁴ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ആ 2⁴ കോമ്പിനേഷൻസ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ 6 കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നില്ല. ബൈനറിയിൽ നമ്മൾ BCDയിൽ നമ്മൾ ബൈനറി കോഡഡ് ഡെസിമലിൽ നമ്മൾ ഈ 6 കോമ്പിനേഷൻ ഉപയോഗിക്കുന്നില്ല. സോ എനി സിമ്പിൾ ദാറ്റ് കംസ് ഇൻ ദിസ് ഇൻവാലിഡ് കോമ്പിനേഷൻ ഡ്യൂറിങ് അഡീഷൻ സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു സിമ്പിൾ വന്നാൽ നമ്മൾ ആ ഒരു 4 ബിറ്റിലേക്ക് 6 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്യും. എന്തുകൊണ്ട് 6? ഇവിടെ 6 എന്താണ് ചിഹ്നങ്ങൾ ഇൻവാലിഡ് ആയതുകൊണ്ട് 6 ആഡ് ചെയ്ത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈനറിയിലെ 6 എന്താണ് 0110 അത് ഇവിടെ അങ്ങ് ആഡ് ചെയ്യും. 0110 എന്നിട്ട് നമ്മൾ ഇത് അങ്ങ് ആഡ് ചെയ്യും. എന്ത് വരും? 1 + 0 = 1, 1 + 1 = 0, carry 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 1. ആ 1 + 0 = 1. അപ്പോൾ ഈ കോമ്പിനേഷൻ നമുക്ക് പോസിബിൾ ആണോ? നോക്കിക്കേ എന്തൊക്കെയാണ് നമുക്കുള്ളത്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് കിട്ടേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി കൺവേർട്ട് ടു ഡെസിമൽ നമ്പർ ആയിട്ട് മാറ്റുമ്പോൾ ഇവിടെ 1 വരും, പിന്നെ എന്ത് വരും? ഇപ്പുറത്ത് 8 വരും, അല്ലേ? ഇത് രണ്ടും 8ന്റെയും 1ന്റെയും ചിഹ്നങ്ങളാണ്, സിമ്പിൾസ് ആണ്, അല്ലെ? കോഡാണ്. 1000 1000. പിന്നെന്താണ് 0001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 81. 59 + 22 എത്രയാണ്? 81. കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൈനറി കോഡഡ് ഡെസിമലുകളെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഉദ്ദേശം വേറൊന്നുമില്ല, നമുക്ക് ഇതുപോലെയുള്ള ഡെസിമൽ നമ്പറുകളെ ഡിസ്പ്ലേയിലേക്കൊക്കെ കൊടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കണ ഒരു കോഡാണ് BCD. ഇറ്റ് ഈസ് നോട്ട് എ നമ്പർ സിസ്റ്റം. അത് നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ഒരുപാട് കോഡുകളുണ്ട്. നമുക്ക് ആസ്കി കോഡ് എന്ന് പറഞ്ഞ കോഡുണ്ട്, പിന്നെ അതുപോലെ യൂണിക്കോഡ് എന്ന് പറഞ്ഞ കോഡുണ്ട്, എക്സ്റ്റൻഡഡ് യൂണിക്കോഡ്, അങ്ങനെ പല ടൈപ്പ് കോഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രേ കോഡ് എന്ന് പറഞ്ഞ കോഡുണ്ട്. ഇതെല്ലാം കോഡുകളാണ്. മറ്റേ ഇതിനു മുന്നേ നമ്മൾ കണ്ടതെല്ലാം എന്താണ്? നമ്പർ സിസ്റ്റംസ് ആണ്. ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഒക്ടൽ, ബൈനറി, ഇതെല്ലാം നമ്പർ സിസ്റ്റംസ് ആണ്. ഓക്കെ. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 59 22 നമ്മൾ ഡെസിമലിലുള്ള ഒരു നമ്പറായിരുന്നു. നമ്മളോട് പറയാണ് FD എന്ന് പറയുന്ന ഹെക്സാഡെസിമലിലെ ഒരു നമ്പറിനെ BCD ആക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ FD എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ ആദ്യം ഡെസിമലാക്കി മാറ്റണം. ഡെസിമലാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും?
ഡെസിമലാക്കി. ആദ്യം നമ്മൾ ഡെസിമലാക്കും. ഇതിനെ നമ്മൾ ഡെസിമലാക്കും. എന്ത് നമ്പറിനെ ബി സി ഡി ആക്കണമെങ്കിൽ ഡെസിമലിൽ ആദ്യം വരണം. ഡെസിമലിൽ വന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഡി ഇൻറ്റു 16 പ്ലസ് എഫ് ഇൻറ്റു 16 നമ്മൾ ഡെസിമലിലേക്ക് എക്സിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേ പ്രക്രിയ തന്നെ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പോലെ 15 ഇൻറ്റു 16 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷനാണ് നമ്മൾ ചെയ്യണത്. എന്തിൻ്റെയാണ്? എഫ് ഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. 15 ഇൻറ്റു 16 പ്ലസ് 13 253 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 253. ഞാൻ ആ 253 ഇവിടെ ഒന്ന് എടുത്തെഴുതട്ടെ ഒരു ഭംഗിക്ക്. ഇത് ഡെസിമലിലുള്ളതാണ്. ഇതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ത്? ബി സി ഡി ആക്കി മാറ്റാം. അപ്പോൾ 3ൻ്റെ കോഡ് എന്താണ്? 0011. ഇനി 5ൻ്റെ കോഡ് എന്താണ്? 0101. പിന്നെ 2ൻ്റെ കോഡ് എന്താണ്? 0010. അപ്പോൾ നമുക്കിങ്ങനെ ഒറ്റ ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് ബി സി ഡി. ഇതാണ് ബി സി ഡി ഓഫ് എഫ് ഡി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0010010011. ഇത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിലേക്ക് മാറ്റണം. ഇനി ഒക്ടലിലാണ് നമുക്ക് നമ്പർ വന്നേക്കണമെങ്കിൽ ഒക്ടലിൽ നിന്ന് നമ്മൾ നേരെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ ബി സി ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ബൈനറി കോഡഡ് ഡെസിമലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെയൊക്കെ കൺഫ്യൂഷൻ വന്നിരിക്കുക. അതായത് നമുക്കിപ്പോൾ തന്നേക്കാണ് 67 ഒക്ടൽ കൺവേർട്ട് ടു ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 6ഉം 7ഉം നമ്മൾ അങ്ങ് എടുക്കണം. അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം ഒക്ടലിൽ നിന്ന് ഡെസിമലിലോട്ട് പോകണം. ഒക്ടലിൽ നിന്ന് ഡെസിമലായിട്ട് മാറ്റണം. 67നെ നമ്മൾ ഡെസിമലാക്കുമ്പോൾ 6 ഇൻറ്റു 8⁻1 പ്ലസ് 7 ഇൻറ്റു 8⁻0. ഇത് ചെയ്ത് നോക്കണം. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് നോക്കാം. നമുക്ക് 6 ഇൻറ്റു 8 പ്ലസ് 7 എന്ത് കിട്ടി? 55 എന്ന് കിട്ടും. ഈ 55നെയാണ് നമ്മൾ ബി സി ഡി ആക്കി മാറ്റേണ്ടത്. അപ്പോൾ എന്ത് വരും? 0101. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? 67 ഒക്ടലിൻ്റെ ബി സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് നമ്പർ ആയിക്കോട്ടെ അതിനെ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റണം. ഡെസിമലിൽ മാറ്റിയിട്ടേ നമ്മൾ ബി സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.